നമുക്കൊരു കോൾ ഉണ്ട് മാഡം. ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ ആരാണ്? മാഡം, ഇത് കൊല്ലത്താണ്. പേര് പറഞ്ഞോളൂ സർ. വീട് തെക്കുളമല്ല. സ്ഥലം ചോദിച്ചോളൂ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. പേര് ശ്യാം. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ ശ്യാം, കേക്കാം. ചോദ്യം പേര് ചോദിച്ചോ. ശ്യാമെന്നാണ്. ചോദ്യം ചോദിച്ചോളൂ, കേക്കാം. മാഡം, എന്റെ വൈഫിന്റെ ഒരു കാര്യം പറയൂ. ചോദിക്കാനായിരുന്നു. മാഡം, വൈഫിന് ഈ പീരിയഡ് ഓവറായിട്ടുണ്ട്. ഓവറാണ് പീരീഡ്. ഡയബറ്റീസും ഉണ്ട്. എത്ര വയസ്സുണ്ട്? വയസ്സ് 35. 30. കുട്ടികളൊക്കെ ഉള്ളതാണോ? രണ്ട് കുട്ടികളുണ്ട് മാഡം. വണ്ണം കൂടുതലുണ്ടല്ലേ? വണ്ണമില്ല, അധികം വണ്ണമില്ല. പീരിയഡ് 1-2 ദിവസങ്ങളിൽ അമിതമായ നമ്മൾ കണ്ടാൽ പോലും സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള. അപ്പൊ ഡയബറ്റീസും ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇപ്പം പീരീഡിന്റെ സമയത്ത് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ പ്രായത്തിൽ ചിലപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന, നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെയുള്ള ഇതുകൊണ്ടായിരിക്കാം, എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ളതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, കൂടുതലായിട്ട് ബ്ലീഡിങ് വരണമെന്നുണ്ടെങ്കിൽ യൂട്രസിലുള്ള ഫൈബ്രോയിഡ്സ് എന്നൊക്കെ പറയുന്ന മുഴകൾ അത് ഉണ്ടെങ്കിലും കൂടുതലായിട്ട് ബ്ലീഡിങ് വരാം. പിന്നെ എൻഡോമെട്രിയോസിസ്, ചോക്ലേറ്റ് സിസ്റ്റ്, അപ്പോൾ അതിന് കൂടുതൽ ബ്ലീഡിങ്ങിൻ്റെ കൂടെ വേദനയും ഉണ്ടാകും. പിന്നെ ഇൻഫെക്ഷൻ, പെൽവിക് ഇൻഫെക്ഷൻ, ഈ 4. വേദന കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് യൂട്രസിനകത്തോട്ടുള്ള ഫൈബ്രോയിഡ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഓവറിയിലുള്ള ചോക്ലേറ്റ്സ് ഇരിക്കാം. ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നതിന് അങ്ങനെ വേദന കൂടുതൽ വരാറില്ല. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ബ്ലഡിൻ്റെ അളവ് കുറവാകുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ബ്ലഡ് പീരീഡ്സിൻ്റെ സമയത്ത് കൂടുതൽ ബ്ലഡ് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണണം. കണ്ടിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ഡോക്ടർ ഒരു സ്കാനും കൂടെ എഴുതി തരും. അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ശരി, താങ്ക് യു സർ. താങ്ക്സ് ഫോർ കോളിംഗ്. മാഡം, നമ്മളിപ്പം ഇൻഫെർട്ടിലിറ്റിയെ പറഞ്ഞു. ഇപ്പം ഇങ്ങനെ ഇൻഫെർട്ടിലിറ്റി ഉള്ള പേഷ്യൻസ്, ഇപ്പം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നവർ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്? അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പം ഹൈപ്പർ ഇൻസുലിൻ ലെവൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നാണ്, വെയിറ്റ് റിഡക്ഷൻ. അത് എക്സസൈസും പിന്നെ നമ്മളുടെ റെഗുലർ ഫുഡ് ഹാബിറ്റ്സും കൊണ്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 60 കിലോ ഉള്ള ഒരാൾ 50 കിലോ 45 കിലോ ആകണം അല്ല ഉദ്ദേശിക്കുന്നത്. അത് വളരെ പ്രയാസമായിരിക്കും. ഒരു 5% വെയിറ്റ് റിഡക്ഷൻ, 5% എന്ന് പറയുന്ന ഒരു 60 കിലോ ഉള്ള ആളിൻ്റെ 5% എന്ന് പറയുമ്പോൾ 5 കിലോ. അപ്പോൾ അത്രയും ഒരു വെയിറ്റ് കുറവ് മതി. അത്രയും ഒന്ന് കുറച്ച് കിട്ടിയാൽ അവർക്ക് തന്നെത്താൻ ഓവുലേഷൻ വരും. പിന്നെ ഗർഭധാരണവും അങ്ങനെ നടക്കാം. അപ്പോൾ അങ്ങനെ നടക്കാത്ത ആളുകൾക്ക് പിന്നെ നമ്മളിപ്പോൾ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ ആ മരുന്ന് കൊടുത്ത് ഓവുലേഷൻ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും. ഓവുലേഷൻ ഇപ്പോൾ നമ്മൾ വെയിറ്റ് റിഡക്ഷനും നോക്കിയിട്ട് നമ്മൾ അണ്ടാശയത്തിൽ ഓവത്തിൻ്റെ സൈസ് നമ്മൾ ഒപ്റ്റിമൽ എത്തുന്നില്ല, ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഓവുലേഷൻ ഈ അണ്ടാശയത്തിൽ അണ്ടം മെച്യൂർ സൈസ് ഇൻക്രീസ് ചെയ്ത് ഓവുലേഷൻ നടത്താനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ മരുന്ന് കഴിക്കാനുള്ള മരുന്നായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ ഗോണഡോട്രോപ്പിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്ത് പ്രഗ്നൻസി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയിലെ ട്രീറ്റ്മെൻറ്റാണ് മാഡം പറഞ്ഞത്. ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ചപ്പോഴത്തേക്കും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അനുബന്ധിച്ച് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ്സ് ആണ് എടുക്കുന്നത്? ഇല്ല, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത്
യൂട്രസിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് യൂട്രസിനകത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് വരുന്നു എന്നുള്ള ജീൻ. ഇപ്പം ഒരു ജീൻ മാത്രമല്ല, മൾട്ടിപ്പിൾ ജീൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ, നമ്മളുടെ എൻവയൺമെൻറ്റും നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം കൂടെ ചേർന്നാലേ അത് മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് വെയിറ്റ് അധികം ഇല്ലാത്ത ആളുകളിൽ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാത്തത്. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം വണ്ണം കൂടിയ ആളുകൾക്ക് അത് അപ്പോൾ ഒരു ജനറ്റിക് മാത്രമല്ല, അതിനൊരു എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം. ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലിൽ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ നമ്മളുടെ ബിസി ലൈഫും പിന്നെ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒബീസിറ്റി നമ്മളെ ഒരു മാര രോഗം പോലെ നമ്മളെ പോപ്പുലേഷൻ, നമ്മളുടെ സ്ത്രീകളെ അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്.